ലോക മലയാളി സമൂഹത്തിനു മുമ്പിൽ വാർത്തകളുടെ നേർക്കാഴ്ചയിലൂടെയുള്ള സഞ്ചാരം തുടങ്ങിയിട്ട് ചാനൽ 91 ഒരു വർഷം പൂർത്തിയാക്കുകയാണ്. നിഷ്പക്ഷം, നീതിപൂർവം, ജനപക്ഷം എന്ന നിലപാടുമായി ജനമനസ്സുകളിലേക്ക് ചാനൽ 91 ന്യൂസ് എത്തുമ്പോൾ പരമാവധി മാധ്യമധർമ്മം കലർപ്പില്ലാതെ കാത്തുസൂക്ഷിക്കുവാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ചാനൽ 91 ന്യൂസിന്റെ വാർഷികാഘോഷ പരിപാടികൾ ചാനൽ 91 കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറും ചാനൽ 91 ന്യൂസ് ചീഫ് എഡിറ്ററുമായ TR ദേവൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒട്ടേറെ അധാർമികത ഈ നാട്ടിൽ നടമാടുക, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ആ തരത്തിലേക്ക് എത്തിക്കിരിക്കുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതി ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും സംശയദൃഷ്ടിയോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഈ അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മത്തിന്റെ ശീലങ്ങളുമായിട്ട് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചില കണികകൾ ഉയർന്നു വരും. എവിടെ നിന്നെങ്കിലുമൊക്കെ പ്രതികരണം ഉണ്ടാവും. അതുണ്ടാകേണ്ട കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചാനൽ 91 നമ്മൾ ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. എറണാകുളം PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചാനൽ ഡയറക്ടർ മിനിമോൾ അധ്യക്ഷത വഹിച്ചു. വളരെ നന്ദി നമുക്ക് മറ്റുള്ള ജനങ്ങളോടും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരോടും അവരോടാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. കാരണം അവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് വരെ ഇവിടെ ഒന്ന് കാലുറച്ച് നിൽക്കാൻ. ഇനിയും മുന്നിലോട്ട് നമുക്ക് പോകണമെങ്കിലും ഇതുപോലെ തന്നെ എല്ലാവരുടെയും കൂട്ടായ്മയും സഹകരണവും എല്ലാവരുടെയും സപ്പോർട്ടും നമ്മുടെ കൂടെ ഉണ്ടാകണം. യോഗത്തിൽ പ്രോഗ്രാം ഡയറക്ടർ ബിജു കിഴക്കനേല സ്വാഗതം ആശംസിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ഈ കാലഘട്ടത്തിൽ ഇത്രയും നിഷ്കളങ്കതയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ GM-ഉം ചാനൽ 91 എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുകയും, ചെറിയ കുടുംബമാണ്, ഇനിയൊരു വർഷത്തിന് ശേഷം 100% ഉറപ്പ് വരുന്നു ഈ ഹാളിൽ നിറയാത്ത രീതിയിൽ നമുക്ക് അന്നും നിങ്ങളുണ്ടാകണമെന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഈ അവസരത്തിൽ ദൃശ്യമാധ്യമ രംഗത്ത് മറ്റൊരു ചുവടുവയ്പ് കൂടി നടത്തുകയാണ് ചാനൽ 91. ചാനൽ 91 ബോധി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ ജനങ്ങളിലേക്ക് എത്തുകയാണ്. ഭാരതീയ ചരിത്ര സംസ്കാരങ്ങളിലൂടെ വിശ്വാസ സത്യങ്ങളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും പരമാവധി ആഴ്ന്നിറങ്ങി പുതുതലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ പ്രാപ്യമാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുകയാണ് ചാനൽ 91 ബോധി. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ പുതിയതായി ആരംഭിക്കുന്ന ചാനൽ ബോധിയുടെ ലോഗോ പ്രകാശനം നടത്തി. കറുത്ത ഉടുപ്പിട്ടാലും ചുവന്ന ഉടുപ്പിട്ടാലും എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയിൽ മാറ്റം വരുന്നുള്ള ബോധം നമുക്ക് വേണം. അവിടെ തന്നെ സംഭവിച്ചോട്ടെ. അത് ഇപ്പൊ നമ്മുടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ചോ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴും തള്ളിക്കളയുമ്പോഴും നമുക്ക് ആർഗ്യുമെന്റ് ഇല്ലല്ലോ. നമ്മൾ ഒന്നുകിൽ ഉൾക്കൊള്ളും അല്ലെങ്കിൽ തള്ളിക്കളയും. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നമ്മൾ പഠിച്ചിരിക്കണം. പിണറായി വിജയനെ അനുകൂലിക്കണമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം, അദ്ദേഹത്തെ എതിർക്കണമെങ്കിലും പഠിച്ചിരിക്കണം. ഇപ്പൊ നരേന്ദ്രമോദിയെ അനുകൂലിക്കണമെങ്കിലും എതിർക്കണമെങ്കിലും നമ്മുടെ ഭാരതീയ സംസ്കൃതി പഠിച്ചിട്ട് അപ്പോൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത് ശരിയാണോ തെറ്റാണോ. കാരണം എങ്കിൽ മാത്രമേ സാർ അങ്ങ് പറയുന്നത് ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഇന്റലക്ച്വൽ ലെവൽ ഉയരുന്നത്. അപ്പൊ ആ ഒരു സാധ്യത കൂടെ കണ്ടുകൊണ്ട് കുറച്ച് ഒരു വലിയ കുറുകൊണ്ടല്ല നല്ല എക്സ്പീരിയൻസ്. ഡയറക്ടർ ലാൽപ്രിയൻ ബോധി ചാനലിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാര്യങ്ങൾ അനുഭവിച്ചും പഠിച്ചും വന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പൊ ആ മാധ്യമങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ സാറിന്റെ ചാനല്. എനിക്കറിയാം, ഞാൻ കാണാറുണ്ടായിരുന്നു. കാര്യമായിട്ട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് പലരും എനിക്ക് അയച്ചായിരുന്നു, ലിങ്ക് അയച്ചായിരുന്നു. കൃത്യമായിട്ട് ഞാൻ 91 വാച്ച് ചെയ്യാറുണ്ട്. ചാനൽ 91 ഡയറക്ടർ അനിത വാസുദേവൻ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. ചാനൽ IT വിഭാഗം മേധാവി ശ്രീനാഥ്, റിപ്പോർട്ടർമാരായ മലീന, അശ്വിനി, ക്യാമറമാൻ ബിനു ജോർജ് എന്നിവർ പങ്കെടുത്തു. കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ചാനൽ ജനറൽ മാനേജർ ഷാജി നമ്പ്യാർ യോഗത്തിന് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ചാനൽ 91.